വെൽക്കം ടു എസ് ഫോർ സക്സസ്. ഭരണഘടനയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ വീഡിയോകളിൽ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചും ഭരണഘടനയിലെ ആശയങ്ങൾ കടം കൊണ്ട രാജ്യങ്ങളെക്കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന ഭരണഘടനയിലെ ഷെഡ്യൂളുകളെക്കുറിച്ചും ഭരണഘടനാ ഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകളും 22 ഭരണഘടനാ ഭാഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 12 ഷെഡ്യൂളുകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. സോ ലെറ്റ്സ് മൂവിങ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾസ്. ഒന്നാം ഷെഡ്യൂൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളും ഭരണപരമായ അതിർത്തികളുമാണ് ഉള്ളത്. രണ്ടാമത്തെ ഷെഡ്യൂൾ രാഷ്ട്രപതി, ഗവർണർ, ജഡ്ജിമാർ, സ്പീക്കർ തുടങ്ങിയവരുടെ ശമ്പളം, അലവൻസ്, പ്രത്യേക അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മൂന്നാം ഷെഡ്യൂൾ വിവിധ ഭരണഘടനാ പദവി വഹിക്കുന്നവരുടെ സത്യപ്രതിജ്ഞാ ഫോമുകളാണ്. അതായത് മന്ത്രിമാർ, ജഡ്ജിമാർ തുടങ്ങിയവരുടെ സത്യപ്രതിജ്ഞാ ഫോമുകളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. നാലാം ഷെഡ്യൂൾ രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അഞ്ചാം ഷെഡ്യൂൾ പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടികവർഗ മേഖലകളുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ആണ് അഞ്ചാം ഷെഡ്യൂൾ സൂചിപ്പിക്കുന്നത്. ആറാം ഷെഡ്യൂൾ അസം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളുടെ ഭരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏഴാം ഷെഡ്യൂൾ കേന്ദ്ര സംസ്ഥാന വിഷയങ്ങളുടെ വിഭജനം, അതായത് യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എട്ടാം ഷെഡ്യൂൾ ഭരണഘടന അംഗീകരിച്ച 22 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒൻപതാം ഷെഡ്യൂൾ 1951 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് 9ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതുപ്രകാരം ചില നിയമങ്ങളുടെ സാധൂകരണത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. 10ാം ഷെഡ്യൂൾ 1985 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമമാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. 11ാം ഷെഡ്യൂൾ 1992 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ അധികാരങ്ങളെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. 12ാം ഷെഡ്യൂൾ 1992 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗരസഭകളുടെ അഥവാ മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദെൻ മൂവിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്സ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭരണഘടനാ ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 25 ഭരണഘടനാ ഭാഗങ്ങളാണ് നമുക്കുള്ളത്. നിലവിലുള്ള 25 ഭാഗങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. ഭാഗം 1 യൂണിയനുകളും അതിന്റെ അതിർത്തികളെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഭാഗം 2 സിറ്റിസൺഷിപ്പ് ഓർ പൗരത്വത്തെക്കുറിച്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഭാഗം 3 ആസ് വി ഓൾ ഓഫ് യു നോ ദാറ്റ് ഇറ്റ്സ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഓർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ആണ് സൂചിപ്പിക്കുന്നത്. ഭാഗം 4A ഇറ്റ്സ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെയാണ് ഈ ഭാഗം പ്രതിപാദിക്കുന്നത്. ഭാഗം 5 യൂണിയൻ ഗവൺമെന്റുകളെ കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും പ്രസിഡന്റ്, പാർലമെന്റ്, സുപ്രീം കോടതി തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗങ്ങൾ. ഭാഗം 6 സംസ്ഥാന ഗവൺമെന്റുകളെ കുറിച്ചാണ് ഈ ഭാഗം പ്രതിപാദിക്കുന്നത്. ഭാഗം 7 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 7ാം ഭരണഘടനാ ഭാഗം റദ്ദാക്കപ്പെട്ടു. ഭാഗം 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണത്തെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഭാഗം 9 പഞ്ചായത്തുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 9A മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 10 പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഭാഗം 12 ധനകാര്യം, സ്വത്ത്, കരാറുകൾ തുടങ്ങിയവയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഭാഗം 13 ഇന്ത്യക്കുള്ളിലുള്ള വ്യാപാര വാണിജ്യ കാര്യങ്ങളാണ് ഇതിൽപ്പെടുന്നത്. ഭാഗം 14 യൂണിയൻ സംസ്ഥാന സർവീസുകളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭാഗം 14A ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 15 തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 16 ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ, ആംഗ്ലോ ഇന്ത്യൻസ് എന്നിവർക്ക് നിയമസഭകളിലും സേവനങ്ങളിലും സംവരണം ഉൾപ്പെടെയുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഇത് ഉറപ്പു നൽകുന്നു. ഭാഗം 17 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭാഗം 18 അടിയന്തരാവസ്ഥ വ്യവസ്ഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭാഗം 19 മറ്റുള്ളവ എന്ന തലക്കെട്ടിൽ ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും നൽകുന്ന പ്രത്യേക പരിരക്ഷകൾ, പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും നടപടികൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പരിരക്ഷ, പഴയ ഉടമ്പടികൾ, കരാറുകൾ സംബന്ധിച്ച തർക്കങ്ങളിൽ കോടതി ഇടപെടുന്നതിനുള്ള നിയന്ത്രണം, യൂണിയൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികൾ, പ്രധാന തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കുമുള്ള പ്രത്യേക വ്യവസ്ഥകൾ,
ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ വാക്കുകളുടെ നിർവചനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭാഗം 21 താൽക്കാലികവും പരിവർത്തനപരവും പ്രത്യേകവുമായ വ്യവസ്ഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങൾ, പ്രാദേശിക ആവശ്യങ്ങൾ, വികസന ആവശ്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് അസിമെട്രിക് ഫെഡറലിസം പ്രാവർത്തികമാക്കാൻ ഈ ഭാഗം അനുവദിക്കുന്നു. ഭാഗം 22 ഇത് പ്രധാനമായും ഭരണഘടനയുടെ ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, ഹിന്ദിയിലെ ആധികാരിക വാചകം, പഴയ നിയമങ്ങൾ റദ്ദാക്കൽ എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയിലെ ഭാഗം 7 റദ്ദാക്കപ്പെടുകയും പിന്നീട് പലതവണ നടന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളിലൂടെ 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. പുതിയതായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഭാഗം 4A, ഭാഗം 9A, ഭാഗം 9B, ഭാഗം 14A തുടങ്ങിയവയാണ്. ഇതിൻ പ്രകാരം നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളാണ് ഉള്ളത്. ഭരണഘടനാ ഷെഡ്യൂളുകളെക്കുറിച്ചും ഭരണഘടനാ ഭാഗങ്ങളെക്കുറിച്ചും വിശദമായൊരു ക്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. തുടർന്നും ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട് ഫ്രം S4 Success.